പഴം ഇങ്ങനെ കഴിക്കാൻ മടിയായതുകൊണ്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ മേലണങ്ങി പണിയെടുക്കാൻ വയ്യാതാനും, പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഇത്. മടിയന്മാർക്കും മടിച്ചുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പഴം എല്ലാം കൂടെ തൊലി ഉരിഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു ഫ്രൈ പാൻ എടുക്കുക, അതിൽ ഓയിലിട്ടിട്ട് ഈ തൊലി ഉരിഞ്ഞ് വെച്ച പഴം എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അതേപോലെ തന്നെ അതിലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഫ്ലെയിം നല്ല ലോ ആയിട്ട് വെച്ചിട്ട് വേണം കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1 by 1 ആയിട്ട് ഞാൻ ഈ പഴം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പാനിലേക്ക്. അപ്പം ഇതിങ്ങനെ കളറ് മെല്ലെ മെല്ലെയാണ് ചേഞ്ച് ആവുക, കാരണം ഭയങ്കര ലോ ഫ്ലെയിമിലാണ് ഇടുന്നത്. അങ്ങനെ ഇട്ടില്ലെങ്കിൽ ഉള്ളു വേവാതെ പുറം കരിഞ്ഞു പോരും കേട്ടോ. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ മെല്ലെ ചെയ്ത് വരാം. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഒരു എഗ്ഗ് പൊട്ടിക്കുക, ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്യാൻ. നിങ്ങൾക്ക് കുറച്ച് ഷുഗർ മതിയെങ്കിൽ കുറച്ചിട്ടാൽ മതി. അങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ, കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വരിക. അതിൻ്റെ ഇടയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പഴത്തിനിടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടെ ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ വേവാത്ത സൈഡ്, കളർ ചേഞ്ച് ആവാത്ത സൈഡ് ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. മാറ്റി മാറ്റി ഇങ്ങനെ ഇതിനെ മറിച്ചിട്ട് കൊടുക്കണം, എന്നാലേ അത് മുഴുവനായിട്ട് വെന്ത് വരുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ആ സെയിം പാത്രത്തിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എഗ്ഗ് നല്ല പൊട്ടിച്ചൊഴിച്ചിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഓൾറെഡി ഷുഗർ ഇട്ട് വെച്ച എഗ്ഗാണ്, അപ്പോൾ നന്നായിട്ട് ഇത് സ്ക്രാമ്പിൾ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എഗ്ഗിന് പകരം വേണമെങ്കിൽ കോക്കനട്ട് യൂസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ രണ്ടിൻ്റെ മിക്സ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളെ ഫ്ലേവറിനനുസരിച്ച് ഏലക്കാപ്പൊടി എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ വളരെ സിമ്പിളായിട്ടുള്ള സാധനം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഞാനിതിൽ നമ്മളെ നട്ട്സിൻ്റെ പൗഡറില്ലേ, അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നമുക്കൊരു കടിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നട്ട്സ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ല രീതിയിൽ ഈ ഒരു എഗ്ഗിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു പഴത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ഫില്ലിംഗ് ഇല്ലേ, എഗ്ഗിൻ്റെ ഫില്ലിംഗ് ഒന്ന് നിറച്ചെടുക്കണം കേട്ടോ. അപ്പം ആകെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ പഴം ഇതേപോലെ ഒന്ന് കീറി കൊടുക്കുക, അതായത് നടുഭാഗത്ത് നമുക്ക് ഫില്ലിങ് ചെയ്യാനുള്ള രീതിയിൽ ഒന്ന് കീറി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിങ്ങനെ നല്ല ഫില്ല് ചെയ്ത് കൊടുക്കുക നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. ലാസ്റ്റ് ഇതേപോലെ കിട്ടും കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.